വ്യായാമം ചെയ്യുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ജിമ്മിൽ കളിസ്ഥലത്തൊക്കെ കുഴഞ്ഞു വീണ് മരിച്ചു, അറ്റാക്കായിട്ട് മരിച്ചു എന്നൊക്കെ നമ്മൾ ഈ അടുത്തായിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട്. മരണം, അതായത് നാച്ചുറൽ ഡെത്ത് ഏത് സമയം ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ജിമ്മിൽ കളിസ്ഥലത്തൊക്കെ പെട്ടെന്നുള്ള മരണങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ജിമ്മിലൊക്കെ പോകുന്നവർ നിങ്ങളുടെ ട്രെയിനറുടെ അടുത്ത് പ്രത്യേകം പറയണം, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ. ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സേഫ്റ്റി. ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ട്രെയിനറുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം ചെയ്യുക. കൃത്യമായ അകലം പാലിച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും നമ്മുടെ സേഫ്റ്റിയും കൂടെ കണക്കിലെടുത്തിട്ട് വേണം എപ്പോഴും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള മരണത്തിന് ഒരു കാരണം നമ്മുടെ ഹൃദയത്തിലേക്കും ബ്രെയിനിലേക്കും ആവശ്യത്തിനുള്ള ഓക്സിജനും ബ്ലഡും എത്താത്തതാണ്. അതുകൊണ്ട് സിവിയർ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും ഗെയിംസ് കളിക്കുന്ന സമയത്ത്, സ്പോർട്സ് ആക്ടിവിറ്റിയുടെ സമയത്ത് നമുക്ക് ഹൃദയമിടിപ്പിൽ വ്യത്യാസം തോന്നുകയാണെങ്കിൽ, തലകറക്കം തോന്നുകയാണെങ്കിൽ, നെഞ്ചിനകത്ത് വേദന തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ടും 1 മിനിറ്റോ 2 മിനിറ്റോ റെസ്റ്റ് എടുക്കണം. അവിടെ ഗ്രൗണ്ടിൽ ഇരിക്കണം, അല്ലെങ്കിൽ മലർന്ന് കിടക്കണം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുമായിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ജിം സുഹൃത്തുക്കൾക്ക്, സ്പോർട്സ് അത്ലറ്റ്സിന്, അതുപോലെ തന്നെ ട്രെയിനേഴ്സിന് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക.